ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ഈ ലെക്ചറിൽ നമ്മൾ പഠിക്കുന്നത് ഗോൾ സെറ്റിംഗ് തിയറിയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ മോട്ടിവേഷൻ്റെ കുറേ തിയറീസ് പഠിച്ചു വന്നിരുന്നു. മാസ്ലോസ് തിയറി, അതുപോലെ തന്നെ ഹെർസ്ബർഗ് തിയറി ഒക്കെ പഠിച്ചിരുന്നു. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ബിഹേവിയർ മോഡിഫിക്കേഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ എംപ്ലോയി മോട്ടിവേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു തിയറിയാണ് ഗോൾ സെറ്റിംഗ് തിയറി. സോ ഗോൾ സെറ്റിംഗ് തിയറി എന്ന് പറയുന്നത് എഡ്വിൻ ലോക്ക് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, സോ ഇൻ 1960s എഡ്വിൻ ലോക്ക് പുട്ട് ഫോർവേഡ് ദി ഗോൾ സെറ്റിംഗ് തിയറി ഓഫ് മോട്ടിവേഷൻ. ഈ തിയറി എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഗോൾ സെറ്റിംഗ് ഈസ് എസെൻഷ്യലി ലിങ്ക് ടു ദി ടാസ്ക് പെർഫോമൻസ്. ഒരു എംപ്ലോയിയുടെ ടാസ്ക് പെർഫോമൻസും ഗോൾ സെറ്റിംഗും തമ്മിൽ ഡയറക്റ്റ് ലിങ്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the specific and challenging goals along with appropriate feedback contribute to the higher and better task performance. നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഗോൾസിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. എന്തായിരിക്കണം, സ്മാർട്ട് എന്ന ഷോർട്ട് വേർഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഗോളിന്റെ ഫീച്ചേഴ്സ് പറയുക. നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും. സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ട്. സോ നമ്മൾ ഒരു സ്പെസിഫിക് ഗോൾ കൊടുത്താൽ, ക്ലിയർ ആയിട്ടൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഫീഡ്ബാക്ക് സിസ്റ്റവും വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുവഴി ഹയർ ആൻഡ് ബെറ്റർ ടാസ്ക് പെർഫോമൻസ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഗോൾ സെറ്റിംഗ് തിയറി പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഗോൾ ഉണ്ട്, ആ ഗോൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹയർ ടാസ്ക് പെർഫോമൻസും അച്ചീവ് ചെയ്യാം. അത്രയേ ഉള്ളൂ സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ. ഇനി ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം ഗോൾ സെറ്റിംഗ് തിയറിയുടെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇൻ സിമ്പിൾ വേർഡ്സ് ഗോൾ ഇൻഡിക്കേറ്റ് ആൻഡ് ഗീവ് ഡയറക്ഷൻ ടു ആൻ എംപ്ലോയി അബൌട്ട് വാട്ട് നീഡ്സ് ടു ബി ഡൺ ആൻഡ് ഹൗ മച്ച് എഫേർട്സ് ആർ റിക്വയർഡ് ടു ബി പുട്ട് ഇൻ. അതായത് ഗോൾ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ആ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് എത്രമാത്രം എഫേർട്ട് നമ്മൾ ഇടണം എന്ന് ക്ലിയർ ആയി സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നതിനെയായിരിക്കും നമ്മൾ ഗോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then, the willingness to work towards attainment of goal is main source of job motivation. Clear, particular and difficult goals are greater motivating factors than easy, general and vague goals. അതായത് നമ്മൾ ഒരു വർക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടത്തോടെ നമ്മൾ വർക്ക് ചെയ്യുമല്ലോ, അത് മെയിനായിട്ടും ജോബ് മോട്ടിവേഷന് ആ ഗോൾ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുപോലെ തന്നെ നമ്മൾ ക്ലിയർ ആയിട്ടും പർട്ടിക്കുലർ ആയിട്ടും സ്പെസിഫൈ ചെയ്യുന്ന ഡിഫിക്കൽട്ട് ഗോൾസ് ആയിരിക്കും എപ്പോഴും എംപ്ലോയീസിനെ കൂടുതലും മോട്ടിവേറ്റ് ചെയ്യുക, റാദർ ദാൻ ഈസി സിമ്പിൾ ഗോൾസ്. ഇതാണ് ഒരു ഫീച്ചർ. Then, specific and clear goals lead to greater output and better performance. Unambiguous, measurable and clear goals accompanied by a deadline for completion avoids misunderstanding. അതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വേർഡ്സ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതാണ് ശരിക്കും നമ്മൾ ഫീച്ചേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പെസിഫിക് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം. നമ്മൾ ക്ലിയർ ആയിട്ട് ഒരു ഗോൾ സ്പെസിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ കറക്റ്റ് ഡയറക്ഷൻ ഉണ്ടാവും. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് എംപ്ലോയീസിന് അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാനും അത് അവർക്കൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സാധിക്കും. അതേപോലെ തന്നെ കൺഫ്യൂഷൻസ് ഒന്നുമില്ലാതെ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്ലിയർ ഗോൾസ് നമ്മൾ പറയുന്ന സമയത്ത് അതിനൊപ്പം ഒരു ഡെഡ് ലൈനും കൂടി, കംപ്ലീഷൻ ഡെഡ് ലൈനും കൂടി കൊടുക്കുകയാണെങ്കിൽ അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരാതെ നോക്കാം. ഇതും ഗോൾ സെറ്റിംഗ് തിയറിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ ദ ഗോൾസ് ഷുഡ് ബി റിയലിസ്റ്റിക് ആൻഡ് ചാലഞ്ചിങ്. ദിസ് ഗിവ്സ് ആൻ ഇൻഡിവിജ്വൽ എ ഫീലിംഗ് ഓഫ് പ്രൈഡ് ആൻഡ് ട്രംപ് when he attains them and sets him up for attainment of the next goal. The more challenging the goal, the greater is the reward generally and the more is passion for achieving it. നമ്മുടെ ഗോൾസ് എപ്പോഴും റിയലിസ്റ്റിക് ആൻഡ് ചാലഞ്ചിങ് ഗോൾസ് ആയിരിക്കണം. അല്ലാതെ നമ്മുടെ എംപ്ലോയിയുടെ ലെവൽ നോക്കാതെ വലിയ ഗോൾസ് സെറ്റ് ചെയ്ത് അതിന് പറ്റാത്ത ഒരാൾക്ക് അത് എടുത്താൽ പൊങ്ങാത്ത ഒരു ഭാരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല. So our goal should be always specific, clear, measurable and realistic.
അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിവിജ്വൽ ആൾക്കാർക്ക് ഓരോ ഗോൾ അച്ചീവ് ചെയ്യുന്ന സമയത്തും ഞാൻ അത് അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞ ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടല്ലോ, അത് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഗോൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ടൈം ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അവർക്ക് വീണ്ടും എന്താ പറയുക, അവർ താല്പര്യം പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ വീണ്ടും അവർ കമ്മിറ്റ്മെന്റ് കാണിക്കും. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഫാക്ടേഴ്സ് ഒക്കെ എപ്പോഴും ഗോൾ സെറ്റിങ്ങിൽ ശ്രദ്ധിക്കും. പിന്നെ പറയുന്നത് നമ്മുടെ ഈ ഗോൾ എന്ന് പറയുന്നത് എപ്പോഴും ബെറ്റർ ആൻഡ് അപ്രോപ്രിയേറ്റ് ഫീഡ്ബാക്ക് എടുക്കാനും കൂടി യൂസ് ചെയ്യണം. അതായത് ഒരു ഗോൾ സെറ്റ് ചെയ്തു, ആ ഗോളിൽ നമ്മുടെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് അപ്രോപ്രിയേറ്റ് ഫീഡ്ബാക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഹയർ പെർഫോമൻസ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. So better and appropriate feedback of results directs the employee's behavior and contributes to higher performance than absence of feedback. എപ്പോഴും നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നത് അവരുടെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ ഫീഡ്ബാക്ക് മീൻസ് of gaining reputation, making clarifications and regulating goal difficulties. It helps the employees to work with more involvement and leads to greater job satisfaction. എപ്പോഴും നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നത് ഏത് കാര്യത്തിനാണെങ്കിലും നല്ല കാര്യമായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻസ് കൊണ്ടുവരും. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ഷൻ എവിടെയെങ്കിലും ഡീവിയേറ്റ് ആയി പോകുന്നുണ്ടെങ്കിൽ അത് കറക്റ്റാക്കി കൊണ്ടുവരാനും എംപ്ലോയീസിന് കറക്റ്റ് ഡയറക്ഷനിൽ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ടോ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഫാക്ടർ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഫീച്ചർ ആണ് എംപ്ലോയീസ് പാർട്ടിസിപ്പേഷൻ. എപ്പോഴും നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ എംപ്ലോയീസിനെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഡിസൈറബിൾ അല്ല. ചില കേസസിൽ നമുക്ക് അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാം, ചില കേസസിൽ അത് സാധ്യമല്ല. പക്ഷേ എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്ന സമയത്ത് ആ ഗോൾ എന്ന് പറയുന്നത് ഓവറോൾ ഓർഗനൈസേഷനകത്ത് കുറച്ചുകൂടെ അക്സെപ്റ്റൻസി കൂടുതലുള്ളതായിരിക്കും. അതായത് മോർ അക്സെപ്റ്റൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ ഇൻവോൾവ്മെൻറ്റും ഉണ്ടാവും, അവരും നമ്മുടെ കൂടെ സെറ്റ് ചെയ്യാനായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗോൾ തിയറിയുടെ ഫീച്ചേഴ്സിൽ വരുന്നത്. സ്മാർട്ട് എന്നുള്ള കീവേഡ് എന്ന് ഓർക്കുക. സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിരിക്കണം, ചാലഞ്ചിങ് ആയിരിക്കണം, ടൈം ഓറിയൻറ്റഡ് ആയിരിക്കണം. പിന്നെ ഫൈനലി പറയുന്ന സമയത്ത് എപ്പോഴും ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം കൂടി അവിടെ വേണമെന്നും പറയുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആക്കി എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഈ ഗോൾ സെറ്റിംഗ് തിയറിക്ക് കുറച്ച് ഇവൻച്വാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് സെൽഫ് എഫിഷ്യൻസിയും പിന്നെ കമ്മിറ്റ്മെൻറ്റും. ഈ രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ ഗോൾ സെറ്റിംഗ് തിയറിയിൽ ശ്രദ്ധിക്കുക. ഒന്ന് സെൽഫ് എഫിഷ്യൻസി. സെൽഫ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ സെൽഫ് കോൺഫിഡൻസ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ള അവരുടെ വിശ്വാസം, അതിനെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. സോ ഹയർ സെൽഫ് എഫിഷ്യൻസി വരുന്ന സമയത്ത് എംപ്ലോയി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരിടുന്ന എഫേർട്ടും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ചാലഞ്ചിങ് ടാസ്കിനെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസും കൂടുതലായിരിക്കും. ഇപ്പം നമുക്കറിയുന്ന ഒരു കാര്യം നിങ്ങൾക്കൊരു ടാസ്ക് ഞാൻ തരികയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും, നിങ്ങൾക്കത് ചെയ്ത് പറ്റും എന്ന് പറഞ്ഞിട്ടൊരു കോൺഫിഡൻസ് കൂടുതലായിട്ടുണ്ടാവും. അതേസമയം നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു കാര്യം പെട്ടെന്ന് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു കൺഫ്യൂഷൻ വരില്ലേ? അതേ കേസ് തന്നെ എംപ്ലോയീസിൻ്റെ കാര്യത്തിലും വരാം. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ കോൺഫിഡൻ്റ് ആയ കാര്യങ്ങൾ അതിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, അവർക്ക് ആ ടാസ്ക് എടുക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഈസി ആയിരിക്കും. പിന്നെ അവരുടെ എന്താ പറയുക, കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യാം, ഹൈ പെർഫോമൻസ് അച്ചീവ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. സോ ലോവർ കോൺഫിഡൻസ് വരുന്ന സമയത്ത് എന്തായിരിക്കും, എംപ്ലോയീസിന് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു നെഗറ്റീവ് ഫീലിംഗ് മൈൻഡിലുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് അവരിടുന്ന എഫേർട്സും കുറവായിരിക്കും. അപ്പോൾ ഗോൾ എന്ന് പറയുന്നത് അവർക്ക് ചാലഞ്ചിങ് ആയിട്ട് തോന്നാം, പക്ഷേ അച്ചീവ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഗോൾ കമ്മിറ്റ്മെൻ്റ് ആണ്. ഗോൾ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യണം ഓർഗനൈസേഷന് വേണ്ടിയിട്ട്. ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എല്ലാവരും
ഗോൾ കമ്മിറ്റ്മെന്റ് കാണിച്ചാൽ മാത്രമേ അവർക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഒരു വർക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൽ കമ്മിറ്റഡ് ആണെങ്കിൽ മാത്രമേ നമുക്കത് 100% സിൻസിയർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇട്ടിട്ട് പോവാതിരിക്കാൻ തോന്നത്തുള്ളൂ. ഓക്കെ, so goal setting theory assumes that the individual is committed to the goal and will not leave the goal. ഒരു ഗോള് ആയിട്ട് ഒരു എംപ്ലോയി കമ്മിറ്റഡ് ആണെങ്കിൽ അയാൾ ഒരിക്കലും ആ ഗോള് ലീവ് ചെയ്തിട്ട് പോകില്ല. അല്ലെങ്കിൽ ഒരു ടാസ്കിലേക്ക് അയാൾ കമ്മിറ്റഡ് ആണെങ്കിൽ, അയാൾ സിൻസിയർ ആയിട്ടാണെങ്കിൽ അയാൾ ഒരിക്കലും ആ ടാസ്ക് എത്ര ചാലഞ്ചിങ് ആണെങ്കിലും അവിടെ ഇട്ടിട്ട് പോവില്ല. അതാണ് ഗോൾ സെറ്റിംഗ് തിയറി പറയുന്ന വേറെ ഒരു കാര്യം. അപ്പോൾ ദ ഗോൾ കമ്മിറ്റ്മെന്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി ഫോളോയിങ് ഫാക്ടേഴ്സ്. ഗോൾസ് ആർ മെയ്ഡ് ഓപ്പൺ, നോൺ ആൻഡ് ബ്രോഡ്കാസ്റ്റഡ്. ഗോൾ ഷുഡ് ബി set self by individual rather than designated. Individuals set goals should be consistent with the organizational goals and vision. അപ്പം നമ്മുടെ ഈ ഗോൾ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന സംഭവങ്ങൾ രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. ഒന്ന്, നമ്മുടെ ഗോൾസ് എന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കണം, അതുപോലെ തന്നെ എല്ലാവർക്കും അറിയണം, എല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കണം എന്താണ് നമ്മുടെ മെയിൻ ഗോൾ എന്നുള്ളത്. പിന്നെ ഈ ഗോൾ എന്ന് പറയുന്നത് എപ്പോഴും ഇൻഡിവിജ്വൽസ് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണം. അത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോളുമായി റിലേറ്റ് ചെയ്തിട്ട് പിന്നെ അവരൊരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പം നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, കമ്പനിയുടെ ടാർഗറ്റ് ഒരു 1 ഇയറിൽ ഇത്രത്തെ പൊസിഷനിൽ എത്തണം എന്നാണെങ്കിൽ ആ എത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ എംപ്ലോയീസും അവരുടേതായ ഒരു ഗോളും കൂടി സെറ്റ് ചെയ്യണം. അങ്ങനെ അവർ സെറ്റ് ചെയ്ത് കമ്മിറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ പെർഫോമൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സെൽഫ് എഫിഷ്യൻസിയും ഗോൾ കമ്മിറ്റ്മെൻറ്റും മൈൻഡിൽ ഓർത്ത് വയ്ക്കുക. ദെൻ നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണെന്ന് നോക്കാം. The advantage of goal setting theory is that goal setting theory is a technique used to raise incentives for employees to complete work quickly and effectively. ഗോൾ സെറ്റിംഗ് വഴി നമുക്ക് എംപ്ലോയീസിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഹൈ പെർഫോമൻസ് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവരുടെ ഇൻസെൻറ്റീവ് റേസ് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഗോൾ സെറ്റിംഗ് തിയറി ആയിരിക്കും. Then goal setting leads to better performance by increasing motivation and efforts, but also through increasing and improving the feedback quality. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും എന്താണെന്ന് നോക്കാം. At times the organizational goal are conflict with the managerial goals. ചില സമയത്ത് ഈ ഓർഗനൈസേഷണൽ ഗോൾസും മാനേജറിയൽ ഗോൾസും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരാം. അതായത് ആ രീതിയിലായിരിക്കില്ല മാനേജറിയൽ ഗോൾസ് വരാം, രണ്ടും തമ്മിൽ ക്ലാഷ് ആവുന്ന കേസസ് വരാം. Goal conflict has a detrimental effect on the performance if it motivates incompatible action drift. രണ്ടും രണ്ട് രീതിയിൽ പോകുന്ന സമയത്ത് എംപ്ലോയീസിന് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അത് തമ്മിൽ നമ്മൾ ഉദ്ദേശിച്ച എഫക്റ്റ് ആയിരിക്കില്ല അവിടെ വരിക. വെരി ഡിഫിക്കൽട്ട് ആൻഡ് കോംപ്ലക്സ് ഗോൾ സ്റ്റിമുലേറ്റ് റിസ്കിയർ ബിഹേവിയർ. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് ഉണ്ടല്ലോ, നമ്മൾ ചാലഞ്ചിങ് ആയിരിക്കണം ഗോൾ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഭയങ്കര ഡിഫിക്കൽട്ടും അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഗോൾസ് കൊടുക്കുന്ന സമയത്ത് അവിടെ റിസ്ക്കും കൂടുതലായിരിക്കും. ഇഫ് ദ എംപ്ലോയി ലാക്സ് സ്കിൽസ് ആൻഡ് കോമ്പറ്റൻസി ടു പെർഫോം ആക്ഷൻസ് എസെൻഷ്യൽ ഫോർ ഗോൾ, ദെൻ ദി ഗോൾ സെറ്റിംഗ് ക്യാൻ ഫെയിൽ ആൻഡ് ലീഡ് ടു അണ്ടർമൈനിങ് ഓഫ് പെർഫോമൻസ്. നേരത്തെ പറഞ്ഞ കേസ് തന്നെ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് സെൽഫ് കോൺഫിഡൻ്റ് അല്ല അല്ലെങ്കിൽ സെൽഫ് കമ്മിറ്റഡ് അല്ല എങ്കിൽ ഒരിക്കലും ആ എംപ്ലോയിക്ക് ആ ഗോള് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ആ ടാസ്ക് 100% സിൻസിയർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അവർക്ക് സ്കില്ല് കുറവാണ് അല്ലെങ്കിൽ അവർക്ക് സ്കിൽസ് കുറവാണെങ്കിൽ അങ്ങനെ വരുന്ന കേസസിൽ ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് പെർഫോമൻസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പോവില്ല, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ദർ ഈസ് നോ എവിഡൻസ് ടു പ്രൂവ് ദാറ്റ് ഗോൾ സെറ്റിംഗ് ഇംപ്രൂവ്സ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നെങ്കിൽ മോട്ടിവേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, പക്ഷേ ഈ ഗോൾ സെറ്റിംഗ് വെച്ചിട്ട് എംപ്ലോയീസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്ലിമെൻ്റ് ആവുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇതുവരെ ഒരു തിയറിയും വന്നിട്ടില്ല. അപ്പോൾ ഗോൾ സെറ്റിംഗ് വരുന്ന തിയറി എഴുതുന്ന സമയത്ത് ഗോൾ സെറ്റിംഗ് തിയറീൻ്റെ ബേസിക്സ് എഴുതുക. എഡ്വിൻ ലോക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് പറയുന്നത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൈ പെർഫോമൻസ് ടാസ്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണെന്ന് പറയുക. ദെൻ നമ്മൾ പറഞ്ഞ ഫീച്ചേഴ്സ് പറയുക, സ്പെസിഫിക്, മെഷറബിൾ, ചാലഞ്ചിങ് ആയിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ദെൻ 2 ഇവൻച്വാലിറ്റീസ് പറഞ്ഞു നമ്മൾ, സെൽഫ് കോൺഫിഡൻസും ഗോൾ കമ്മിറ്റ്മെൻറ്റും. ആ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുക.
അതിനുശേഷം അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഗോൾ സെറ്റിംഗ് എഴുതുക. ഇത്രയും കാര്യങ്ങൾ വേണം എക്സാമിന് എഴുതാനായിട്ട്. സോ താങ്ക് യു.